ഇന്ന് ഡിസംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ പ്രധാന അറിയിപ്പ്, ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് നിരവധി വാർത്തകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും പെൻഷൻകാർക്ക് ആശ്വാസകരമായ വലിയൊരു പ്രഖ്യാപനം തന്നെയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. 2 മാസത്തിലെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായി സഹകരണ സംഘങ്ങളുടെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും 3000 കോടി രൂപയോളം വായ്പ എടുക്കുന്നതിനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് 2 മാസത്തിലെ പെൻഷൻ അതും ക്രിസ്മസിന് മുൻപ് വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. വിതരണം സംബന്ധിച്ചുള്ള തീയതികളാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ ഈ ആഴ്ച തന്നെ തുക സർക്കാരിലേക്ക് എത്തിച്ചേരും. ഇത് മാത്രമല്ല, നാളുകളെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ്. ഈ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനവും ഇതുവരെയും വന്നിട്ടില്ല. സർക്കാരിന്റെ പ്രത്യേക സാമ്പത്തിക സഹായം ലഭ്യമായെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ ആനുകൂല്യം വിതരണം ചെയ്യാൻ സാധിക്കൂ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിവിധ മേഖലകളിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ 1-2 ഗഡുക്കൾ അനുവദിച്ചേക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്ക് മാസം തോറും ഇനി മസ്റ്ററിംഗ് എന്ന രീതിയിൽ ഒരു അറിയിപ്പുണ്ടായിരുന്നു. ഇവിടെ ആരും തന്നെ ബുദ്ധിമുട്ടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ മസ്റ്ററിംഗിനെ സംബന്ധിച്ചിടത്തോളം കിടപ്പ് രോഗികൾക്ക്, വീട്ടിൽ പെൻഷൻ വാങ്ങുന്നവർക്ക് അവർക്ക് സഹകരണ സംഘത്തിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തിയാണ് തുക കൈമാറുന്നത്. ആ ഒരു സമയത്ത് അവരുടെ ഫേസ് ഒതന്റിക്കേഷൻ നിർവഹിക്കുന്ന കാര്യമാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക സംവിധാനം വഴി ഇവരുടെ ഫേസ് മസ്റ്ററിംഗ് ചെയ്യുകയാണ് ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ആനുകൂല്യം അർഹതപ്പെട്ട കൈകളിലാണ് എത്തിച്ചേരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തീരുമാനം. അടുത്ത പ്രധാന അറിയിപ്പ്, പ്രവർത്തനരഹിതമായതോ മരവിപ്പിച്ചതോ ആയ അക്കൗണ്ടുകളിൽ അടിയന്തരമായി നടപടിയെടുക്കാൻ ബാങ്കുകൾക്ക് RBI നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. ഇത്തരം അക്കൗണ്ടുകളുടെ എണ്ണം എത്രയും വേഗം കുറയ്ക്കണം. ഇത്തരം അക്കൗണ്ടുകളിൽ KYC നടപടികൾ മൊബൈൽ, ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയോ വീഡിയോ കസ്റ്റമർ ഐഡന്റിഫിക്കേഷൻ നടപടികൾ വഴിയോ എത്രയും വേഗം തടസ്സരഹിതമായി പൂർത്തിയാക്കാൻ സൗകര്യമൊരുക്കണം. മരവിപ്പിച്ച അക്കൗണ്ടുകൾ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികൾ ലളിതമാക്കണമെന്നും RBI നിർദ്ദേശങ്ങളിൽ പറയുന്നു. സമയാസമയങ്ങളിൽ KYC നടത്താത്തതിനാൽ ഒട്ടേറെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നിലയിലുണ്ട്. RBIയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൂപ്പർവിഷൻ നടത്തിയ പരിശോധനയിൽ ചില ബാങ്കുകളിൽ പ്രവർത്തനരഹിതമായതും മരവിപ്പിച്ചതും അവകാശികളില്ലാത്തതുമായ നിക്ഷേപമുള്ളതുമായ അക്കൗണ്ടുകൾ വലിയ തോതിൽ കൂടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ബാങ്കുകൾക്ക് RBI പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബാങ്കുകളുടെ നേരിട്ടുള്ള നിർദ്ദേശം ലഭിച്ചാൽ മാത്രം ഗുണഭോക്താക്കൾ ഈ KYC പൂർത്തിയാക്കിയാൽ മതിയാകും. അടുത്ത പ്രധാന അറിയിപ്പ്, റേഷൻ കാർഡ് ഉടമകളെല്ലാം ശ്രദ്ധിക്കുക. ഡിസംബർ മാസത്തിലെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. AOI റേഷൻ കാർഡുകൾക്ക് 30 കിലോ അരിയും അതോടൊപ്പം തന്നെ 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 2 പാക്കറ്റ് ആട്ട അത് 7 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ആനുകൂല്യങ്ങൾ മറക്കാതെ വാങ്ങേണ്ടതാണ്. BPL റേഷൻ കാർഡിന് ആളൊന്നിന് 4 കിലോ അരി 1 കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായി ആനുകൂല്യമുണ്ട്. ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ കുറച്ച് 3 പാക്കറ്റ് ആട്ട അത് 9 രൂപ നിരക്കിൽ വാങ്ങാൻ സാധിക്കും. നിശ്ചിത മാസങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്ത ആളുകളെയാണ് APL വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് ആളൊന്നിന് 2 കിലോ ഭക്ഷ്യധാന്യം വീതം അനുവദിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ സ്പെഷ്യൽ അരിയായിട്ട് 3 കിലോയും അനുവദിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.